ഹലോ ഗൈസ്. അപ്പം ഇന്ന് വന്നത് നമ്മൾ ആ മോൾട്ട് ബോട്ട്. ഇതെന്തുവെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇപ്പോൾ ടെലിഗ്രാമോ വാട്സപ്പോ യൂസ് ചെയ്ത് നമ്മളെ ഈ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മളെ ലാപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മോഡൽ വെച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. മീൻസ് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ വാട്സപ്പ് വെച്ച് എൻ്റെതാ ഈ ഒരു VS കോഡിൽ ഞാൻ വന്നിട്ട് ഒരു ജാവ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ VS കോഡ് ഞാൻ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞുതരും. എൻ്റെ ലാപ്പിൽ എവിടെ ഇരിക്കുകയാണ്, ഏത് ഫോൾഡറിലാണ് ഞാൻ, അതുപോലെ ഞാൻ ആ ഫോൾഡറിനകത്ത് ഒരു ജാവ കോഡ് എഴുതി റൺ ചെയ്യാൻ പറഞ്ഞാൽ VS കോഡിൽ എഴുതി റൺ ചെയ്യാൻ പറഞ്ഞാൽ റൺ ചെയ്തെന്നോളും. ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞാൽ പുഷ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. അപ്പം ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് വരെ ഇതിൻ്റെ പേര് ക്ലൗഡ് ബോട്ട് എന്നായിരുന്നു. പക്ഷേ ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലൗഡ് AI ഉണ്ട്. അപ്പം അവരുടെ പേര് ആയതുകൊണ്ട് അവർ പേര് മാറ്റി ഇപ്പം മോൾട്ട് ബോട്ട് എന്നാക്കിയിട്ടുണ്ട്. അവിടെ അടിയിൽ നേരെ എഴുതി വെച്ചിട്ടുണ്ട് ആന്ത്രോപ്പിക്കിൻ്റെ ഒന്നുമില്ലെന്ന്. അപ്പം ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം വലിയ പണിയൊന്നുമില്ല. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏതാ വിൻഡോസ് ആണോ മാക്കാണോ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ടെർമിനലിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. അപ്പം ഓരോ കാര്യങ്ങളും ഞാൻ ചോദിക്കും. ഞാൻ ഇപ്പം ഇവിടെ എൻ്റെ VS കോഡിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആ പേസ്റ്റ് ചെയ്യാൻ നേരത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. അപ്പം അതിലോരോന്നും സെലക്ട് ചെയ്യുക. പിന്നെ ഒരു മോഡൽ സെലക്ട് ചെയ്യാൻ പറയും. മോഡൽ ഏതെങ്കിലും സെലക്ട് ചെയ്യണം. അതിൻ്റെ API കീ വെച്ച് ഇത് വർക്കാകത്തുള്ളൂ, അല്ലാതെ ഇത് വർക്കാകത്തില്ല. പിന്നെ നിങ്ങൾ ടെലിഗ്രാമിൽ പോയതിന് ശേഷം അത് ഞാൻ ഇവിടെ പിന്നെ കാണിച്ചു തരാം. ടെലിഗ്രാമിന് പോയതിന് ശേഷം നിങ്ങൾ ബോട്ട് ഫാദർ എന്ന് പറഞ്ഞ ഒരു ബോട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ടൊരു ന്യൂ ബോട്ട് ക്രിയേറ്റ് ചെയ്യുക. ബോട്ട് ID കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. നിങ്ങൾ ചോദിക്കും ടെലിഗ്രാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് തിരഞ്ഞെടുത്ത് അതിനകത്ത് ചാനൽ തിരഞ്ഞെടുക്കാൻ പറയും. ഇപ്പം വാട്സപ്പ് തിരഞ്ഞെടുത്താൽ വാട്സപ്പിനകത്ത് ലിങ്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു QR കോഡ് വരും, അതൊന്ന് വാട്സപ്പിനകത്ത് കൊടുത്താൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ ഞാൻ ഇത് ഫുൾ ചെയ്യുന്ന വീഡിയോ ഇട്ട് തരാം. ഞാൻ ചെയ്ത് നോക്കിക്കൊള്ളാം. വാട്സപ്പ് ലിങ്ക് ചെയ്തതിന് ശേഷം വാട്സപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം വാട്സപ്പിൽ നിങ്ങളെ പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റം മൊത്തം ആ ബോട്ട് വെച്ച് മാനേജ് ചെയ്യാം. നിങ്ങളെ സ്വന്തം കോൺടാക്റ്റ് ഉണ്ടല്ലോ, ഇപ്പം എന്നും പറഞ്ഞ് വാട്സപ്പിനകത്തുണ്ടല്ലോ, അപ്പോൾ അതിൽ ചെന്നിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇത്രയുള്ള പണി. പിന്നെ ഒരു മോഡൽ എന്തായാലും തിരഞ്ഞെടുക്കണം. ജസ്റ്റ് എന്നാലേ ഇത് വർക്കാകത്തുള്ളൂ. മോഡൽ വെച്ചാണ് വർക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് OpenAI ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഏതൊക്കെ മോഡലുണ്ടെന്ന്. ഇപ്പോൾ ഇതിനകത്ത് OpenAI ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ടെലിഗ്രാം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് തിരഞ്ഞെടുക്കാം, ഡിസ്കോഡ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് ചാറ്റ് വേണമെങ്കിലും എടുത്തിട്ട് അതിനകത്ത് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ തിരഞ്ഞെടുത്ത മോഡൽ ഇവിടെയൊക്കെയാണ്. നമുക്ക് ഓപ്പൺ റൗട്ടർ ഉണ്ട്, OpenAI ഉണ്ട്, ജെമിനി ഉണ്ട്. ഏതെങ്കിലും ഫ്രീ മോഡലേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ ആ മോഡൽ തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫ്രീ മോഡലാണ്. ക്ലൗഡ് ഉണ്ട്, OpenAI ഉണ്ട്, ജെമിനി ഉണ്ട്. അപ്പം ഇങ്ങനെ കുറേ സെറ്റ് ചെയ്തെടുക്കാം, വലിയ പണിയൊന്നുമില്ല. ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അവസാനം ക്ലൗഡ് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യാൻ നേരത്ത് ചില മിക്കവാറും അതിൻ്റെ നെയിം മാറുമായിരിക്കും. ഇത്ര നേരം ക്ലൗഡ് എന്നാണ്, നോട്ട് ആന്ത്രോപ്പിക്കിൻ്റെ ക്ലൗഡ് അല്ല, ഇതിൻ്റെ ക്ലൗഡ് CLAW ബോട്ട്, ക്ലൗഡ് ബോട്ട് എന്നാണ്, അല്ലാതെ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലൗഡ് അല്ല. ആ നെയിം അടിക്കല്. ജസ്റ്റ് ക്ലൗഡ് ബോട്ട് ഗെറ്റ് വേ എന്ന് അടിച്ചാൽ മതി, ഇത് റണ്ണാവും. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ പോയി ഞാനിപ്പോൾ കറൻ്റ് എവിടെയാണെന്ന് ചോദിക്കുക, അതുപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വർക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ള് സെറ്റാക്കി എടുക്കാം. അപ്പം നോക്കട്ടെ, ഞാൻ ടൈം ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്തിടാം. ബൈ.